നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 34:19. നീതിമാന് ക്ലേശങ്ങളുണ്ട്, അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. എന്നാൽ തിരുവചനം പറയുകയാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു, അവനെ രക്ഷിക്കുന്നു, അവനെ സംരക്ഷിക്കുന്നു. ജോബിൻ്റെ ജീവിതത്തിൽ വലിയ സഹനമുണ്ടായി. വലിയ പ്രശ്നങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, നിരാശയിലൂടെ ജോബ് കടന്നുപോയി. അവസാനം ജോബിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുകയാണ്. അവന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് ദൈവം തിരിച്ചു കൊടുത്തു. നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും ഐശ്വര്യവും അവൻ്റെ മക്കളെ ഇരട്ടിയാക്കി തിരിച്ചു കൊടുത്തു. സ്വത്ത് ഇരട്ടിയാക്കി തിരിച്ചു കൊടുത്തു. ആരോഗ്യം ഇരട്ടിയാക്കി തിരിച്ചു കൊടുത്തു. ദീർഘായുസ് പ്രാപിച്ചു. ജോബ് മരിക്കാനിടയായി. മക്കളുടെ മക്കളെ കണ്ട് ജോബ് മരിക്കാനിടയായി. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവിൽ അഭയം പ്രാപിക്കുമ്പോൾ കർത്താവ് നമ്മളെ രക്ഷിക്കും. കർത്താവിൻ്റെ കരം, അദൃശ്യമായ കരം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ദുഃഖം സന്തോഷമായിട്ട് മാറും, ആനന്ദമായിട്ട് അഭിഷേകമായിട്ട് മാറും. ദൈവത്തിൽ പൂർണ്ണമായും പ്രത്യാശ അർപ്പിക്കാം, വിശ്വസിക്കാം.